നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ഒരിടത്തൊരിടത്ത് ഒരു പൂച്ചക്കുറിഞ്ഞാരുണ്ടായിരുന്നു. പൂച്ചക്കുറിഞ്ഞാർക്ക് 4 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൂച്ചക്കുറിഞ്ഞാര് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ തീരുമാനിച്ചു. അങ്ങനെ 4 പൂച്ചക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ കമ്പിളിയിൽ അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പൂച്ചക്കുഞ്ഞിനെ കയ്യിലെടുത്തു. എന്നിട്ട് ചെവിയിൽ പതുക്കെ പേര് വിളിച്ചു. എന്താ പേരെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? ഇണ്ണൂലിന്ന് പേരിട്ടു. രണ്ടാമത്തെ പൂച്ചക്കുട്ടീനെയും പൂച്ചക്കുറിഞ്ഞാര് പതുക്കെ എടുത്ത് കയ്യിലെടുത്ത് ചെവിയിൽ പേരിട്ടു. രണ്ടാമത്തെ പൂച്ചക്കുട്ടീൻ്റെ പേരെന്താണെന്നറിയോ? ഇഷ്ണൂലിന്ന്. അങ്ങനെ മൂന്നാമത്തെ പൂച്ചക്കുട്ടീനെ കയ്യിലെടുത്തു. മൂന്നാമത്തെ പൂച്ചക്കുട്ടിക്ക് പേരിട്ടു വാഴേമ്മ ശാസ്ത്രിന്ന്. അങ്ങനെ നാലാമത്തെ പൂച്ചക്കുട്ടീനെ കയ്യിലെടുത്തു. നാലാമത്തെ പൂച്ചക്കുട്ടിക്ക് പേരിട്ടു അടുപ്പും കൂനിന്ന്. അങ്ങനെ ആ പൂച്ചക്കുറിഞ്ഞാരെ കുഞ്ഞുങ്ങളുടെ പേര്. അങ്ങനെ ഈ ആദ്യത്തെ എണ്ണൂലിയും ഇഷ്ണൂലിയും 2 പൂച്ചക്കുഞ്ഞുങ്ങള് എപ്പോഴും എവിടെ ഉണ്ടാവുക അറിയോ? വാതിലിന്റെ 2 സൈഡിലായിട്ട്, ഒരു സൈഡിൽ എണ്ണൂലിയും മറ്റേ ഭാഗത്ത് ഇഷ്ണൂലിയും ഉണ്ടാവും. ഈ വാഴയമ്മ ശാസ്ത്രി എവിടെ ഉണ്ടാവുക? വാഴയമ്മ ശാസ്ത്രി എപ്പോഴും വാഴേന്റെ മുകളിലാണ് ഉണ്ടാവുക. അടുപ്പും കൂനിയാണെങ്കിലോ അടുപ്പും കൂനി അടുപ്പിന്റെ മുകളിലാണ് ഉണ്ടാവുക. അങ്ങനെ പൂച്ചക്കുട്ടികള് ഒരു കുറച്ച് കണ്ണൊക്കെ തുറന്ന് പീ 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 ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പം പൂച്ചമ്മ വിചാരിച്ചു പൂച്ചമ്മയ്ക്ക് തീറ്റ തേടി പോണം. പക്ഷേ ഒരു കള്ള കുറുക്കനുണ്ട് ആ കാട്ടില്. അപ്പം പൂച്ചക്കുറിഞ്ഞാര് പൂച്ചക്കുട്ടികളോട് പറഞ്ഞു, അമ്മ തീറ്റ തേടി പോവാണ്. അപ്പം കള്ളക്കുറുക്കൻ വന്നിട്ട് പൂച്ചമ്മയാണെന്നൊക്കെ പറഞ്ഞ് വാതിൽ തുറക്കാൻ പറയും. പക്ഷെ നിങ്ങൾ വാതിൽ തുറക്കരുത് കേട്ടോ പറഞ്ഞു. അപ്പം പൂച്ചക്കുഞ്ഞുങ്ങൾ പറഞ്ഞു പീ 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 പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി. അങ്ങനെ ഈ പിറ്റേ ദിവസം രാവിലെ പൂച്ചമ്മ തീറ്റ തേടി പോയി കാട്ടിലേക്ക്. കുറേ നേരം കഴിഞ്ഞപ്പോ ഒരു ശബ്ദം കേട്ടു പുറത്ത്. പൂച്ചക്കുറിഞ്ഞാരെ സൗണ്ടിൽ ഇങ്ങനെ ഒരു ശബ്ദം. അതെന്താ പറയണെന്നറിയോ? ഇണ്ണൂലി ഇഷ്ണൂലി വാതില് തുറക്ക്, ഞാനാ പൂച്ചമ്മയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇണ്ണൂലി ഇഷ്ണൂലിയും എന്ത് ചെയ്തു? വാതിലിന്റെ ഇടയിൽ കൂടെ നോക്കി പുറത്തേക്ക്. അപ്പൊ ആരാന്നറിയോ? ആ, പൂച്ചമ്മ പറഞ്ഞ കള്ള കുറുക്കൻ വന്ന് നിൽക്കുക പുറത്ത് പൂച്ചക്കുട്ടികളെ തിന്നാൻ. അയ്യോ, ഇണ്ണൂലിക്കും ഇഷ്ണൂലിക്കും പേടിയായി. അപ്പം പെട്ടെന്ന് അടുപ്പും കൂനി പറഞ്ഞു, ഇണ്ണൂലി ഇഷ്ണൂലി വാതിൽ തുറക്കണ്ട കേട്ടോ, നമുക്കൊരു സൂത്രം ചെയ്യാം. വലിയൊരു പാത്രം എടുത്തു. അവര് 3 ആളും കൂടെ അതിൽ വെള്ളം തിളപ്പിച്ചു. എന്നിട്ട് പതുക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ട് വാതിലിന്റെ അവിടെ കൊണ്ടുവച്ചു. അപ്പം നമ്മളെ വാഴയമ്മ ശാസ്ത്രി എവിടെയുള്ളത്? മുറ്റത്ത് പുറത്ത് വാഴേന്റെ മുകളിലാണ്. വാഴയമ്മ ശാസ്ത്രി പേടിച്ചരണ്ട് വാഴയിലിങ്ങനെ അള്ളി പിടിച്ചിരിക്കുക. അപ്പം കുറുക്കന് പിന്നെയും പിന്നെയും വാതിലിന് മുട്ടാൻ തുടങ്ങി. വാതിൽ തുറക്കൂ പൂച്ചക്കുട്ടികളെ, ഞാനാണ് പൂച്ചമ്മയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഈ തിളച്ച വെള്ളം 3 ആളും കൂടെ പിടിച്ച് വാതിലിന്റെ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് പതുക്കെ വാതിൽ തുറന്നു. അയ്യോ, അപ്പൊ എന്താ ഉണ്ടായി അറിയോ? കുറുക്കനാ തിളച്ച വെള്ളത്തിൽ വീണു. കാലും വാലും തലയും ഒക്കെ പൊള്ളി കുറുക്കന്റെ. കുറുക്കൻ ജീവനും കൊണ്ട് ഓടടാ ഓട്ടോടി. അപ്പം വാഴയമ്മ ശാസ്ത്രി വാഴയൊന്ന് ഇറങ്ങി വന്നിട്ട് ഇണ്ണൂലിനെയും ഇഷ്ണൂലിനെയും അടുപ്പും കൂനിനെയും ഒക്കെ കെട്ടിപ്പിടിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷായി. വൈകുന്നേരം ആയപ്പം പൂച്ചമ്മ വന്നു. പൂച്ചമ്മ വന്നപ്പോ കുറുക്കച്ചനെ ഓടിച്ച കഥ അവര് പൂച്ചമ്മയോട് പറഞ്ഞു. പൂച്ചമ്മയ്ക്ക് അത് കേട്ടപ്പോ സന്തോഷായി. ഇനി എല്ലാ ദിവസവും ധൈര്യമായിട്ട് തീറ്റ തേടി പോവാലോ, ഇനി കള്ളക്കുറുക്കന്റെ ഉപദ്രവം ഉണ്ടാവില്ലല്ലോ എന്ന് പൂച്ചമ്മ വിചാരിച്ചു. അങ്ങനെ ഒരുപാട് കാലം പൂച്ചക്കുറിഞ്ഞാരും എണ്ണൂലിയും ഇഷ്ണൂലിയും വാഴയമ്മ ശാസ്ത്രിയും അടുപ്പും കൂനിയും സുഖമായിട്ട് ജീവിച്ചു. കഥ ഇഷ്ടായോ കൂട്ടുകാരെ?